സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സിനിമാതാരം കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മകൾ ദിയ കൃഷ്ണയും അടുത്തിടെ പങ്കുവച്ച ഒരു വ്ലോഗ് മലയാള സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. കേവലം ഒരു ചിക്കൻ കറിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വിവാദം, ദിയയുടെ ഭർത്താവ് അശ്വിനോടുള്ള കുടുംബത്തിന്റെ പെരുമാറ്റം, ഭാര്യ ഭർത്താക്കന്മാർ എവിടെ താമസിക്കണം എന്നതിലെ പരമ്പരാഗത ചിന്താഗതി, സോഷ്യൽ മീഡിയ തങ്ങളുടെ റിയൽ ലൈഫ് അവതരണത്തിലെ ധാർമ്മികത തുടങ്ങിയ നിരവധി വിഷയങ്ങളിലേക്ക് വഴിമാറി. ഒരു ചിക്കൻ കറി വ്ലോഗ് ഇത്രയും വലിയ വിഷയമാകുമെന്ന് ദിയയോ സിന്ധു കൃഷ്ണയോ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും കമന്റ് ബോക്സിൽ ഉയർന്നു വരുന്ന നെഗറ്റീവ് കമന്റുകൾ സൂചിപ്പിക്കുന്നത് ദിയയുടെയും കുടുംബത്തിന്റെയും ആരാധകർക്കിടയിൽ പോലും ശക്തമായ വിമർശന സ്വരം നിലനിൽക്കുന്നു എന്നാണ്. വിവാദത്തിന് അടിസ്ഥാനമായത് വ്ലോഗിൽ ഒരു നിമിഷമാണ്. കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടെ എല്ലാവർക്കും ലെഗ് പീസ് ലഭിക്കാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ലെഗ് പീസ് വേണ്ടെന്ന് സിന്ധു കൃഷ്ണ പറയുന്നതും ഭർത്താവ് അശ്വിനോട് സംസാരിക്കുന്ന രീതിയും പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശകർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ദിയയും സിന്ധുവും അശ്വിനോട് ബഹുമാനം കാണിക്കുന്നില്ല എന്നും അദ്ദേഹത്തെ രണ്ടാം കിട പൗരനായിട്ടാണ് കുടുംബം കാണുന്നതെന്നുമുള്ള ആരോപണങ്ങളാണ് ശക്തമായി ഉയർന്നത്. സ്വന്തം വീട്ടിലെ മരുമകനോട് കാണിക്കേണ്ട പരിഗണനയും സ്നേഹവും ഈ കുടുംബം നൽകുന്നില്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടിയത്. ദിയയും കുടുംബാംഗങ്ങളും വളരെ സ്വാർത്ഥരും കാര്യസ്ഥന്മാരുമാണ് എന്നും അശ്വിന്റെ ഇഷ്ടങ്ങൾക്കോ വികാരങ്ങൾക്കോ അവർ യാതൊരു വിധത്തിലും കൽപ്പിക്കുന്നില്ല എന്നും കമന്റുകൾ സൂചിപ്പിക്കുന്നു. ഭക്ഷണം പങ്കിടുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും ഈ മനോഭാവം പ്രകടമാണെന്ന വിലയിരുത്തലുണ്ടായി. തുടർച്ചയായി അപമാനം സഹിക്കുന്ന അശ്വിൻ എന്തിനാണ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നതെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ശക്തമായി. അശ്വിൻ സ്വന്തം വീട്ടിൽ പോയി നിന്ന് ഇടയ്ക്ക് ദിയയെ വന്ന് കണ്ടാൽ മതി, അവിടെ താമസിക്കേണ്ട കാര്യമില്ല എന്നും ദിയ അശ്വിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുന്നില്ലെങ്കിൽ അശ്വിൻ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്നും ആളുകൾ ഉപദേശ രൂപേണ കമന്റ് ചെയ്തു. ഈ വിമർശനങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ പരമ്പരാഗത ധാരണകളും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെയാണ് എടുത്തു കാണിച്ചത്. വിമർശനങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ തുടങ്ങിയതോടെ ദിയ കൃഷ്ണ ശക്തമായ മറുപടിയുമായി രംഗത്തെത്തി. ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന പരമ്പരാഗത ചിന്താഗതിക്കാർക്കാണ് ദിയ പ്രധാനമായി മറുപടി നൽകിയത്. ദിയയുടെ പ്രതികരണത്തിന്റെ കാതൽ പ്രസവശേഷമുള്ള പരിചരണവും മാതൃത്വത്തിന്റെ ആവശ്യകതയുമായിരുന്നു. ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി, അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുക, അവൻ്റെ അമ്മയല്ല. ഞാൻ എത്ര ലക്ഷറിയായി വളർന്നുവെങ്കിലും പ്രസവാനന്തരം എൻ്റെ ശരീരം ദുർബലമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും, അവൻ്റെ വീട്ടിലല്ല. ഇന്നത്തെ കാലത്തെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും ദിയ പങ്കുവച്ചു. കുഞ്ഞിന്റെ ആദ്യ ദിനങ്ങളിൽ കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം വേണം. വെറുതെ ഒരു വിസിറ്റിന് വന്നു പോകാൻ ഇത് 90കളല്ല, ഇതൊരു മൃഗശാലയുമല്ല. ദിയയുടെ ഈ പ്രതികരണം മാറ്റങ്ങളെ അംഗീകരിക്കാത്ത യാഥാസ്ഥിതിക സമൂഹത്തോടുള്ള ശക്തമായ ഒരു മറുപടിയായി മാറി. പ്രസവശേഷം സ്വന്തം വീട്ടിൽ അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയുക എന്നത് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ സമയത്ത് ഭർത്താവ് കൂടെ താമസിക്കുന്നത് ഭർത്താവിന്റെയും പിതാവിന്റെയും ചുമതലയാണ്. ഈ സാഹചര്യത്തെ യാഥാസ്ഥിതികമായ കണ്ണുകളിലൂടെ വിലയിരുത്തുന്നതിനെയാണ് ദിയ ചോദ്യം ചെയ്യുന്നത്. ഈ വ്ലോഗ് വിവാദം കേവലം ഒരു കുടുംബത്തിന്റെ സ്വകാര്യ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് മലയാളി സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില സാംസ്കാരിക യാഥാസ്ഥിതിക ചിന്താഗതികളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. വിവാഹശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുക എന്ന പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് മാറി ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതിനെ സമൂഹം ഇപ്പോഴും സംശയത്തോടെയും വിമർശനത്തോടെയുമാണ് കാണുന്നത്. ദിയയുടെ അശ്വിന്റെയും കാര്യത്തിൽ ഈ ചിന്താഗതിയാണ് വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇന്ത്യൻ കുടുംബങ്ങളിൽ മരുമകനെ മകനെ പോലെ അംഗീകരിക്കാനുള്ള വിമുഖത ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അശ്വിനോടുള്ള കുടുംബത്തിന്റെ പെരുമാറ്റം ഈ പൊതുധാരണയ്ക്ക് ബലം നൽകി. വ്ലോഗുകളും റിയാലിറ്റി ഷോകളും അവതരിപ്പിക്കുന്ന കുടുംബജീവിതം പൂർണ്ണമായും റിയൽ ആകണമെന്നില്ല. എഡിറ്റ് ചെയ്ത ക്ലിപ്പുകളിലെ ചെറിയ സംഭാഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും കുടുംബ ബന്ധങ്ങളെയും അളക്കുന്നത് ശരിയല്ല എന്ന വാദവും നിലനിൽക്കുന്നു. എന്നാൽ ജീവിതം പരസ്യമാകുമ്പോൾ വിമർശനങ്ങളെ നേരിടാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട്. ദിയ കൃഷ്ണ, സിന്ധു കൃഷ്ണ, അശ്വിൻ എന്നിവരുമായി ബന്ധപ്പെട്ട ഈ വിവാദം ഒരു ചിക്കൻ കറി വിഭജനത്തിൽ നിന്ന് ആരംഭിച്ച് ലിംഗപരമായ തുല്യത, കുടുംബ ബന്ധങ്ങളിലെ ബഹുമാനം, പ്രസവാനന്തര പരിചരണം എന്നിവ സംബന്ധിച്ച ആഴത്തിലുള്ള സാമൂഹിക സംവാദങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. തന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന വിമർശകരോട് ഇതൊരു മൃഗശാലയല്ല എന്ന് ദിയ ശക്തമായി മറുപടി നൽകിയത് മാറുന്ന കാലത്ത് പരമ്പരാഗത ചിന്താഗതികളെ ചോദ്യം ചെയ്യാനുള്ള യുവതലമുറയുടെ ആഗ്രഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എങ്കിലും ഒരു പൊതു ഇടത്തിൽ ജീവിതം അവതരിപ്പിക്കുമ്പോൾ അത് വിമർശനങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ വിവാദം വ്യക്തിപരമായ അതിർവരമ്പുകൾ എവിടെ വരയ്ക്കണമെന്നും ഓൺലൈൻ ഉള്ളടക്കത്തിലെ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അടിവരയിടുന്നു.